ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് എന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി ഫിസിക്സ് എടുക്കുന്ന സമയത്തെ അതിൽ ന്യൂക്ലിയർ ഫിസിക്സ് ചാപ്റ്ററിൽ നിന്ന് എന്താണ് കാർബൺ ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല എന്താണ് കാർബൺ 14 ഡേറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് കാർബൺ ഡേറ്റിംഗ്, എന്താണ് അതിൻ്റെ യൂസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് കാർബൺ ഡേറ്റിംഗ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ അല്ലാതെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഒരു എക്സ്കവേഷൻ നടത്തി അതിൽ നിന്നൊരു ഫോസിൽ കിട്ടി, അതിൻ്റെ പ്രായം കാർബൺ ഡേറ്റിംഗ് വെച്ച് കണ്ടുപിടിച്ചു എന്നൊക്കെ. ഓക്കെ, ആ സെയിം കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എന്താണ് കാർബൺ ഡേറ്റിംഗ്, അതിൻ്റെ ഡെഫിനിഷനായിട്ടൊന്ന് നോക്കാം. എന്താണ് ഡെഫിനിഷൻ? ഇറ്റ്സ് എ സയൻറ്റിഫിക് മെത്തേഡ്. എന്താണ്? ഇറ്റ്സ് എ സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ആൻഷ്യൻ ഓർഗാനിക് മെറ്റീരിയൽസ്. എന്താണ്? ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസ്. ശ്രദ്ധിക്കണേ, ഓർഗാനിക് മെറ്റീരിയൽസ് ആണ്. ലൈക്ക് എന്താണ്? വുഡ്, ബോൺസ്, ചാക്കോൾ, ഇതേക്കെ പോലെയുള്ള ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെ പ്രായം. ഓക്കെ, എന്താണ്? ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് എന്ത്? കാർബൺ 14 ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് ചെയ്യണത്? ബൈ മെഷറിങ് ദ എമൗണ്ട് ഓഫ് കാർബൺ 14 ദേ കണ്ടെയ്ൻ. അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം കാർബൺ 14 അടങ്ങിയിട്ടുണ്ട് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യണത്, നമ്മളിത് മെഷർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എന്താണ് കാർബൺ 14, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എത്തുന്നത് എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇല്ലേ. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എർത്തിൽ നിൽക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റും എന്തുണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. ഈ അറ്റ്മോസ്ഫിയറിലെ എന്തുണ്ടാവും? സ്മോൾ എമൗണ്ട് ഓഫ് കാർബൺ 14 എലമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കറിയാം കാർബൺ എന്താണ്? ഒരു ഐസോട്ടോപ്പാണ്. അതിനെന്തുണ്ട്? അതിൻ്റെ കാർബണിൻ്റെ ഒരു റേഡിയോ ഐസോട്ടോപ്പാണ് നമ്മുടെ കാർബൺ 14 എന്ന് പറയുന്നത്. കാർബണിൻ്റെ ഐസോട്ടോപ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മുടെ കാർബൺ 14 ഉണ്ട്, അതേപോലെ നമുക്ക് എന്തുണ്ട്? കാർബൺ 12 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കാർബൺ 14 എന്ന് പറയുന്ന ആൾ എന്താണ്? ഒരു റേഡിയോ ഐസോട്ടോപ്സ് ആണ്. ഓക്കെ, എന്താണ്? ഇറ്റ്സ് എ റേഡിയോ ഐസോട്ടോപ്പ് ഓഫ് കാർബൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണ് ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേഡിയോ ഐസോട്ടോപ്പ് ഉണ്ടാകുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? ഏറ്റവും കൂടുതൽ ആളെന്താ? നൈട്രജൻ ആണല്ലോ. ഈ നൈട്രജനെ കോസ്മിക് റേസുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യണ സമയത്ത്, ഓക്കെ, അതായത് കോസ്മിക് റേസ് വന്നിട്ട് നമ്മുടെ നൈട്രജനായിട്ട് ബൊംബാർഡ് ചെയ്യുന്ന സമയത്താണ് എന്തുണ്ടാവുക? ഒരു റേഡിയോ ഐസോട്ടോപ്പായ കാർബൺ 14 ഉണ്ടാവുക. അതിൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അതായത് കോസ്മിക് റേ വന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ നൈട്രജനെ ഹിറ്റ് ചെയ്യാണ്. ഓക്കെ, നൈട്രജൻ എന്താണ്? നൈട്രജൻ്റെ ഫോമുല എന്തായിരുന്നു? നൈട്രജൻ 14. ഓക്കെ, ഇതെന്ത് ചെയ്തു? വന്ന് ബൊംബാർഡ് ചെയ്തു. ഇതിന് എന്തൊക്കെ ഉണ്ടാവുക എന്നറിയോ? ഒരു കാർബൺ 14 എലമെൻറ്റ് ഉണ്ടാവും. കാർബൺ 14 ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു പ്രോട്ടോണും ഉണ്ടാവും. ഓക്കെ, ഈ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവും? ഇതുവഴി ഈ നൈട്രജനായിട്ടുള്ള കോസ്മിക് റേസിൻ്റെ ബൊംബാർഡ്മെൻറ്റ് വഴി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും എന്തുണ്ടാവും? കാർബൺ 14 ഐസോട്ടോപ്സ് ഉണ്ടാവും. ഇതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ 14 മാത്രമല്ലല്ലോ, കാർബൺ 12 ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഈ കാർബൺ 14, ഓക്കെ, കാർബൺ 14 അതേപോലെ കാർബൺ 12 റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഏതാണ്ട് ആ വാല്യൂ എന്ന് പറയുന്നത് എന്താ അറിയോ? 1.3 × 10⁻⁻⁹. ഈ ഒരു റേഷ്യോയിലായിരിക്കും, ഈ ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലായിരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും എന്തുണ്ടാവുക? നമ്മുടെ കാർബൺ 14 ആൻഡ് കാർബൺ 12 നിലനിൽക്കുക. ഓക്കെ, നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും ശ്വസിക്കുന്നുണ്ടല്ലോ, ബ്രെത്ത് ചെയ്യുന്നുണ്ടല്ലോ. ബ്രെത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് എന്തും കൂടെ പോകും? ഈ കാർബൺ 14 എലമെൻറ്റ് കൂടെ പോകും. ഇനിയിപ്പോൾ അത് നമ്മളല്ല, ഒരു വുഡാ വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു പ്ലാന്റാ വിചാരിച്ചോ, ഒരു മരമുണ്ട്. മരം എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ബ്രെത്തിങ്ങിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ടൊക്കെ എന്തുണ്ടാവും? ഇവരും എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ കാർബൺ 14 ഇൻടേക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാ ലിവിങ് തിങ്സ് ഇൻ ഏതർ വേ, ഏതെങ്കിലും ഒരു വഴിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ കാർബൺ 14 ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർബൺ 14, അതായത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാർബൺ 14 ആൻഡ് അതേപോലെ തന്നെ കാർബൺ 12, ഓക്കെ, എന്തുണ്ടാവും? നമ്മുടെ ഓരോ ലിവിങ് തിങ്സിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ ഉള്ളിലും അതേപോലെ ഒരു പ്ലാന്റിൻ്റെ ഉള്ളിലും ഒക്കെ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാർബൺ 14 കാർബൺ 12 എന്ന് പറഞ്ഞ റേഷ്യോ എന്തായിരിക്കും? ലിവിങ് തിങ്സിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്താണ്? ഒരു ലിവിങ് തിങ്ങിൻ്റെ ഉള്ളിലും, ഇൻസൈഡ് എ ലിവിങ് തിങ്, ഒരു ലിവിങ് ഓർഗാനിസത്തിൽ എന്തായിരിക്കും? ഓർഗാനിസത്തിൽ എപ്പോഴും എന്തുണ്ടാവശ്യമുണ്ടെങ്കിൽ ഈ ഒരു കാർബൺ 14 അല്ലെങ്കിൽ കാർബൺ 12 റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യും? നിലനിൽക്കും. അതായത്
അത് നിലനിൽക്കുന്ന കാലത്തോളം, അതായത് ജീവനോടെ, അത് ഞാൻ ലിവിങ് തിങ് എന്നാണല്ലോ പറഞ്ഞത്, അതായത് ഒരു ജീവി അല്ലെങ്കിൽ ഒരു പ്ലാന്റ്, ഓക്കെ, അത് നിലനിൽക്കുന്ന കാലത്തോളം എന്തുണ്ടാവും, ജീവിക്കുന്ന കാലത്തോളം എന്തുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാർബൺ-14 അതേപോലെ കാർബൺ-12 റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അതുവരെ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു കാർബൺ-14 ഇത് ഇൻടേക്ക് ചെയ്യുള്ളൂ. സപ്പോസ് ഈ ആൾ എന്ത് ചെയ്തു, ഡെഡായി, ഓക്കെ, ഇറ്റ് സ്റ്റോപ്പ് ലിവിങ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് ഡെഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് ഇനിയും നമ്മുടെ കാർബൺ-14 എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് എടുക്കുമോ, അതായത് കാർബൺ-12 കാർബൺ-14 റേഷ്യോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ആ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ളതും ആഫ്റ്റർ ഇറ്റ്സ് ഡെത്ത് എന്തായിരിക്കില്ല, ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ലിവിങ് തിങ് ആഫ്റ്റർ ഡെത്ത് എന്ത് ചെയ്യില്ല, ഇറ്റ് ഡസ് നോട്ട് അബ്സോർബ് കാർബൺ-14. ഓക്കെ, ആഫ്റ്റർ ഡെത്ത് എന്ത് ചെയ്യില്ല, കാർബൺ-14 പിന്നെ എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് എടുക്കില്ല, ഇൻടേക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ലിവിങ് തിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കാർബൺ-14 ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ഒരു ലിവിങ് തിങ്ങിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, കാർബൺ-14 കാർബൺ-12 റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അത് ഡെഡായി കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യില്ല, ഇറ്റ് ഡസ് നോട്ട് അബ്സോർബ് കാർബൺ-14 എനിമോർ. കാർബൺ-14 എന്ത് ചെയ്യില്ല, ഇത് അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള കാർബൺ-14 എന്ത് സംഭവിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബൺ-14 എന്താണ്, ഒരു റേഡിയോ ഐസോട്ടോപ്പാണ്. ഓക്കെ, എന്താ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റേഡിയോ ആക്റ്റീവ് ഡീക്കേക്ക് എന്ത് ചെയ്യും, വിധേയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർബൺ-14 എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള കാർബൺ-14 ഒരു ബീറ്റ ഡീക്കേക്ക് എന്ത് ചെയ്യും, വിധേയാവും. എന്താണ് ബീറ്റ ഡീക്കേ. ഓക്കെ, എന്ത് ചെയ്യും, കാർബൺ-14 ബീറ്റ ഡീക്കേക്ക് വിധേയാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാർബൺ-14 വാല്യൂ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ കാർബൺ-12 കാർബൺ-14 റേഷ്യോ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇത് കുറഞ്ഞു വരും. ഓക്കെ, ആൻഡ് നമ്മുടെ കാർബൺ-14 ഒരു ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്, ബീറ്റ ഡീക്കേ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു ഹാഫ് ലൈഫ് ഉണ്ടാവും. ഈ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 5730 എന്താണ് ഇയേഴ്സാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അത്രയും വർഷം ആണ് ഇതിൻ്റെ ഹാഫ് ലൈഫേ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വർഷം മുന്നേ ഉള്ള മെറ്റീരിയൽസിൻ്റെ വരെ അല്ലെങ്കിൽ ലിവിങ് തിങ്സിൻ്റെ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലുള്ള കാർബണിൻ്റെ റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുവഴിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ പ്രായം കണക്കാക്കുന്നത്. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവുന്നത്, നിരന്തരമായിട്ട് കാർബൺ-14 പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ബൈ ഹിറ്റിംഗ് കോസ്മിക് റേ ടു നൈട്രജൻ ആറ്റം. ഓക്കെ, അതിൻ്റെ വഴി ഉണ്ടാകുന്ന കാർബൺ-14 കാർബൺ-12 റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, അറ്റ്മോസ്ഫിയറിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ലിവിങ് തിങ്സും ഏതെങ്കിലും ഒരു വഴിയിൽ ഈ കാർബൺ-14 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിലും ഓരോ ലിവിങ് തിങ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, കാർബൺ-14 കാർബൺ-12 റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരാൾ ഡെഡായി കഴിഞ്ഞാൽ, ഈ ഒരു ലിവിങ് തിങ് ഡെഡായി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യില്ല, ഈ കാർബൺ-14 അബ്സോർപ്ഷൻ എന്ത് ചെയ്യില്ല, ഇത് നടക്കില്ല. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാർബൺ-14 എന്താ റേഡിയോ ഐസോട്ടോപ്പാണ്, എന്ത് ചെയ്യും, ഡീക്കേ ചെയ്യാൻ തുടങ്ങും. ബീറ്റ ഡീക്കേ ആണ് നടക്കുക. അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5730 ഇയേഴ്സാണ്. ഓക്കെ, ആൻഡ് ഇതുവഴി, അതായത് അതിൽ ബാക്കിയുള്ള നമ്മുടെ ലിവിങ് തിങ്സിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള നമ്മൾ എക്സ്കവേഷൻ നടത്തിയിട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തുള്ള അതിൻ്റെ ഫോസിലുള്ള അതിലെ കാർബൺ-14 എമൗണ്ട് വെച്ചിട്ട്, ഓക്കെ, അതിൻ്റെ ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഏജ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാർബൺ-14 ഡേറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.